എന്നിട്ട് നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റിൽ നിന്നാണ് തുടങ്ങാം. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ 2027 വരെ അൽ നാസറുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും അൽ നാസറിന് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ് എന്ന് തന്നെ പറയാം. പുള്ളിക്ക് അൽ ഹിലാലിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അൽ ഹിലാൽ നല്ല രീതിയിൽ കിരീടം അടിക്കുന്നു, അവർക്ക് കിരീടസ്ഥാനമൊക്കെ ഉറപ്പാണ്, വളരെ മികച്ച ടീമാണ്. സോ അവിടേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അദ്ദേഹം അൽ നാസറിൽ തന്നെ തുടരുകയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുംബൈ സിറ്റി എഫ് സി വളരെ പ്രധാനപ്പെട്ട 2 താരങ്ങളെയും കൂടി നിലനിർത്തിയിരിക്കുകയാണ്. സീസണിൻ്റെ തുടക്കത്തിലല്ല, ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ തിരി മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് വിചാരിച്ചത്. ബട്ട് തിരി മാത്രമല്ല, അവർ ജോൺ റെൽ, അവരുടെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ മറ്റൊരു പ്ലെയറായ ഓർഹെ ഓർട്ടിസ്, അദ്ദേഹത്തെയും നിലനിർത്തിയിരിക്കുകയാണ്. സോ എന്തായാലും നല്ലൊരു സെലക്ഷൻ എന്ന് തന്നെ പറയാം. പിന്നെ പാരഡൈസ് ജോയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ക്വാഡിലേക്ക്. സോ അത്യാവശ്യം നല്ല സ്ക്വാഡായിട്ട് മാറും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, അഡ്രിയൻ ലൂണ തുടരുമോ എന്ന്. അഡ്രിയൻ ലൂണ തുടരാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. ക്യാപ്റ്റൻ സ്റ്റേസ് എന്ന് തന്നെ പറയണം. നിങ്ങൾക്കറിയാം, അറ്റാക്ക് വളരെയധികം മികച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. ഇത് മാർക്കസും പറഞ്ഞിരുന്നു, ലൂണ ഇവിടെ തുടരാനുള്ള സാധ്യതകളുണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് പ്രീ സീസൺ വരെയെങ്കിലും പുള്ളി ഇവിടെ തുടരുമെന്ന് മാർക്കസ് പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, അറ്റാക്ക് നമ്മുടെ കഴിഞ്ഞ സീസൺ വളരെയധികം മികച്ചായിരുന്നു. ബട്ട് ഡിഫൻസാണ് പൊട്ടി പാളീസായി പോയത്. സോ അവിടേക്കും അത് റീഎൻഫോഴ്സ്മെൻറ്റ് അറ്റാക്കിങ്ങിലേക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെപ്പറെ മാറ്റിയിട്ട് മറ്റൊരു താരം വന്നാൽ മതി.